Hi everyone. Today we discuss about human resource planning. തേർഡ് സെമസ്റ്റർ ബികോമിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്തെന്ന് പഠിച്ചു. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? Human resource planning is a process that identifies current and future human resources needs for an organization to achieve its goal. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറണ്ട് ഫേസിലും ഫ്യൂച്ചർ സ്റ്റേജിലും ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സ് നീഡ് എന്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജോബ് ഡിസൈൻ എന്നുള്ളതും അതിൻ്റെ മെത്തേഡ്സ് എന്തെന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയും കൂടിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ജോബ് ഡിസൈൻ? എന്താണ് ജോബ് ഡിസൈൻ എന്നാണ്. ജോബ് ഡിസൈൻ ഈസ് ബേസിക്കലി ദ അസൈൻമെൻറ്റ് ഓഫ് ഗോൾസ് ആൻഡ് ടാസ്ക് ടു ബി അക്കംപ്ലിഷ്ഡ് ബൈ എംപ്ലോയീസ്. ഒരു എംപ്ലോയി നിർവഹിക്കേണ്ട ഗോൾസും അല്ലെങ്കിൽ അവരുടെ ടാസ്ക്, അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ. അവർ ചെയ്യേണ്ട എംപ്ലോയീസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക, ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതിനാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മെത്തേഡ് ഓഫ് ജോബ് ഡിസൈൻ. എന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് ജോബ് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ജോബ് റൊട്ടേഷൻ. എന്താണ് ജോബ് റൊട്ടേഷൻ എന്നുള്ളത് നോക്കാം. Job rotation means moving employees from job to job to give them variety of tasks so that to help preventing boredom. അല്ലേ, സെയിം ജോബ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു വർക്കർക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിം പാറ്റേണിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരേ വർക്ക്, ഒരു പ്രോസസ്സിൽ ഒരേ വർക്ക് തന്നെ ചെയ്യുന്നതിന് പകരമായിട്ട് ഡിഫറെൻറ്റ് ടാസ്കുകൾ കൊടുക്കുക. ജോബ് റൊട്ടേഷൻ സിംപ്ലി മീൻസ് മൂവിങ് എംപ്ലോയീസ് ഫ്രം ജോബ് ടു ജോബ് ടു ഗിവ് ദം വെറൈറ്റി ഓഫ് ടാസ്ക് സോ ദാറ്റ് ഹെൽപ്പ് പ്രിവെൻറ്റിംഗ് ബോർഡം. മനസ്സിലായല്ലോ? Job rotation simply means the shifting of an employees from one job to another without any change in the nature of job. അവരുടെ ജോബിൻ്റെ നാച്ചുറൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ അവരുടെ ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ എംപ്ലോയീസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് വർക്ക് ലേൺ ചെയ്ത് പറ്റാം. അതായത് ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ്ങിലാണെങ്കിൽ അവർ പെയിൻറ്റിങ് മാത്രം ചെയ്തിരുന്ന ആൾക്ക് ബോഡി വർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെയിൻറ്റിങ്ങും ബോഡി വർക്കിലും അവരെന്തായിരിക്കും സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയി ആയിട്ട് മാറും. അതാണ് അവരുടെ നാച്ചുറലൊരു മാറ്റം വരുന്നില്ല, എന്നാൽ അവർ ഡിഫറെൻറ്റ് ടാസ്ക് ആയിട്ട് ചെയ്യേണ്ടി വരും. പെയിൻറ്റിങ് ഒരു ടാസ്ക്കാണ്, അതിൻ്റെ ബോഡി വർക്ക് മറ്റൊരു ടാസ്ക്കാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങും ബോഡി വർക്കും അതേപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ജോബ് സിംപ്ലിഫിക്കേഷൻ. എന്താണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്നാണ്. Job simplification simply means that the variety and difficulty of task performed by a single person are reduced. അതായത് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യുന്ന ജോബിനെ അതിനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. റെഡ്യൂസ് എങ്ങനെ ചെയ്ത് കൊടുക്കണം? ചിലപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടോ അവരുടെ വർക്ക് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദാറ്റ് വെറൈറ്റി ആൻഡ് ഡിഫിക്കൽട്ടി ഓഫ് ടാസ്ക് പെർഫോംഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ആർ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
A given job is broken down in small subparts and each part is assigned to each individual as a result of work simplification. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഹാർഡായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിൽ അതിനെ സബ് പോർഷൻസ് ആക്കിയിട്ട്, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോബിനെ 4 സബ് പോർഷൻസ് ആക്കി കൊടുത്തതിന് ശേഷം അത് ഓരോ വർക്ക് ചെയ്യേണ്ടതും ഓരോ ഇൻഡിവിജ്വലിന് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്കിനെ സിംപ്ലിഫൈ ആയിട്ട് ഒരാൾ ചെയ്യേണ്ട ജോബിനെ 4 പേരെ കൊണ്ട് സ്പീഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ്, തേർഡ് മെത്തേഡ് ഓഫ് ജോബ് ഡിസൈൻ ഈസ് ജോബ് എൻലാർജ്മെൻറ്റ്. എന്താണ് ജോബ് എൻലാർജ്മെൻ്റ്? ആണ് ജോബ് എൻലാർജ്മെൻറ്റ് സിംപ്ലി മീൻസ് is an expansion of the number of different tasks performed by an employee. ഒരു എംപ്ലോയി ചെയ്യുന്ന ഒരു ടാസ്കിന് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്, കൂടുതലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ജോബ് എൻലാർജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് മോർ ടാസ്ക് ഓർ ഡ്യൂട്ടീസ് ആർ ആഡഡ് ഇൻ എ ജോബ് ഫോർ വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് ദ ജോബ്. നമ്മുടെ ജോബിൻ്റെ സ്കോപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്ക് നമ്മുടെ ജോബിൽ ആഡ് ചെയ്ത് തരിക എന്നുള്ളതാണ് ജോബ് എൻലാർജ്മെൻറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ വർക്ക് സിംപ്ലിഫിക്കേഷൻ. വർക്ക് സിംപ്ലിഫിക്കേഷൻ നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ ഒരു വർക്കിനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകളാക്കിയിട്ട് ആ ഓരോ ടാസ്കുകളും ഓരോ ഇൻഡിവിജ്വലിനും നൽകുകയാണ് ചെയ്തത്. ജോബ് എൻലാർജ്മെൻറ്റിൽ നമ്മൾക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടാസ്ക് ഓരോ എംപ്ലോയീസിന് വീണ്ടും നൽകുക എന്നുള്ളതാണ് ജോബ് എൻലാർജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡിങ് മോർ ടാസ്ക് ഡസ് നോട്ട് മീൻ ദാറ്റ് ന്യൂ സ്കിൽസ് ആർ റിക്വയർഡ് ഫോർ എ പെർഫോമിങ് ദാറ്റ് ജോബ്. കൂടുതലായിട്ട് സ്കില്ലും കാര്യങ്ങളൊന്നും വേണ്ടാത്ത തരത്തിലുള്ള, അതായത് ഒരു വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ ഒരു ന്യൂ ടാസ്ക് നമ്മൾക്ക് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് നൽകുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നൽകണം എന്നുള്ളതുമല്ല, അത് അങ്ങനെ അല്ലാത്ത ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ജോബ്സ് നമ്മളുടെ ജോബിനോട് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് ജോബ് എൻലാർജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ജോബ് എൻറിച്ച്മെൻറ്റ്. Job enrichment, more advanced technology tends to cause job enrichment. കൂടുതലായിട്ടുള്ള ടെക്നോളജിയുടെ ഉപയോഗമാണ് നമ്മളുടെ ജോബ് എൻറിച്ച്മെൻറ്റിന് കാരണമാകുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ജോബ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി, റെക്കഗ്നിഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഗ്രോത്തിന്, ഇൻഡിവിജ്വൽ എംപ്ലോയിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, റെക്കഗ്നിഷന് വേണ്ടിയിട്ട് ജോബ് നമ്മൾക്ക് ഫ്രീഡം തരിക എന്നുള്ളതാണ്. അപ്പം മീൻസ് ദ ജോബ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ആൻഡ് റെക്കഗ്നിഷൻ. നമ്മൾക്ക് ഒരു കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റിയും റെക്കഗ്നിഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. A job designed in such a way that it provides the worker greater freedom for planning and controlling of his performance. ആ ഒരു വർക്കർക്ക് അവരുടെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രേറ്റർ ഫ്രീഡം, കൂടുതൽ ഫ്രീഡം നൽകുക എന്നുള്ളതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ച് എ പ്രാക്ടീസ് ഇസ് നോൺ ആസ് ജോബ് എൻറിച്ച്മെൻറ്റ് എനേബിൾസ് വർക്കേഴ്സ് ടു പെർഫോം മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് റെസ്റ്റ് ഓഫ് ആർ ഇറ്റ് ഹാസ് ഓൺ വർക്ക് ഈസ് കൺസേൺഡ്. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ജോബ് എൻറിച്ച്മെൻറ്റ്. എന്തൊക്കെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഓഫേഴ്സ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ, പെർഫോമൻസ്, ജോബ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ തന്നെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, നമ്മളുടെ വർക്കിന് പ്ലാൻ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് കൂടുതലായിട്ടും നമ്മൾ തന്നെയാണ്. നമ്മളുടെ വർക്കിൽ നമ്മൾക്ക് എന്തുണ്ട്, കൂടുതലായിട്ട് ഫ്രീഡം ഉണ്ട് ജോബ് എൻറിച്ച്മെൻറ്റിൽ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഓഫേഴ്സ്, ജോബ് എൻറിച്ച്മെൻറ്റ് നമ്മൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ മോട്ടിവേഷൻ, പെർഫോമൻസ് ചെയ്യാൻ, നമ്മുടെ പെർഫോമൻസിനെ അത് കൂട്ടും. അതുപോലെ തന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷനും അത് കൂട്ടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇറ്റ് ഹാവ് ടു റെഡ്യൂസ് ആബ്സെൻറ്റീസം, ലേബർ ടേൺ ഓവർ എക്സെട്ര. നമ്മൾ ജോബ് എൻറിച്ച്മെൻറ്റ്
ആബ്സെൻറ്റീസം കുറക്കും. അതായത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ വെക്കുന്ന ടാസ്കിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ കൂടുതലായിട്ട് നമ്മൾക്ക് കൂടുതലായിട്ട് ഫ്രീഡം നൽകുമ്പോൾ ലേബർ ടേൺ ഓവർ, തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ലീവ് ആവുന്നത്, ആബ്സെൻറ്റിസം കുറയാനും സാധിക്കും. ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ സൈക്കോളജിക്കൽ ആൻഡ് ജോബ് ഹോൾഡേഴ്സ്. More autonomy is provided to work for performing the job. Job enrichment adds status to one's job. ജോബ് എൻറിച്ച്മെൻറ്റ്, നമ്മുടെ ജോബിൽ നമുക്കൊരു സ്റ്റാറ്റസ്, നമ്മുടെ പേഴ്സണലി സൈക്കോളജിക്കലായിട്ട് നമ്മൾ എന്തായിരിക്കും, കൂടുതൽ വലിയ ഉയരത്തിലായിരിക്കും ആ ഒരു ജോബ് ചെയ്യുന്നതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ആ ഒരു ജോബിനെ കൂടുതലായിട്ട് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അതിലുള്ള സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കാനും കാരണം ഇറ്റ് ഹെൽപ്പ് ടു ഓർഗനൈസേഷൻ ടു ബിക്കം എ മോർ എഫക്റ്റീവ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് എൻറിച്ച്മെൻറ്റ് ആൻഡ് ജോബ് എൻലാർജ്മെൻറ്റ്. ജോബ് എൻറിച്ച്മെൻറ്റും ജോബ് എൻലാർജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കറിയാം, ജോബ് എൻറിച്ച്മെൻറ്റിൽ നമ്മുടെ വർക്കേഴ്സിനുള്ള ഫ്രീഡം കൂടുതലായിരിക്കും. ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ ആളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്കർക്ക് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലൂടെ ജോബ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്കർക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ടായിരിക്കും. അവർ തന്നെ ആയിരിക്കും അവരുടെ പ്ലാൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദി സ്കോപ്പ് ഓഫ് എൻലാർജ്മെൻറ്റിൽ. അതിൻ്റെ സ്കോപ്പ് നമ്മൾക്ക് കൂടുതൽ വെറൈറ്റി ഓഫ് ജോബ് ചെയ്യാൻ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ടാസ്ക് നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ജോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കോപ്പ് തന്നെ എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്. നമ്മൾക്ക് ഏതൊരു ടാസ്ക് തന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു വർക്കർ, ഒരു എംപ്ലോയി മാറുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേർട്ടിക്കൽ ലോഡിംഗ് ഓഫ് ജോബ്. It involves horizontal loading of the job. Employees get a greater freedom and responsibility. ജോബ് എൻറിച്ച്മെൻറ്റിൽ ജോബ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷനിൽ ജോബ് ഡിസൈൻ ചെയ്യുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണെങ്കിൽ അവിടെ വർക്കർക്ക് ഫ്രീഡവും റെസ്പോൺസിബിലിറ്റിയും കൂടുതലായിരിക്കും എന്നാണ്. ഇവിടെ വർക്ക് അറ്റ് ദ സെയിം ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി. ബാക്കിയുള്ളിടത്തുള്ള പോലെ തന്നെ ഒരു സെയിം ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, എല്ലായിടത്തും റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇറ്റ് മേ നോട്ട് ബി രജിസ്റ്റേർഡ് എംപ്ലോയീസിന് മേ നോട്ട് ബി റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ് ഈ ജോബ് എൻറിച്ച്മെൻറ്റിന് കൂടുതലായിട്ട് പ്രതിരോധിക്കാനോ അങ്ങനെ പോകാറില്ല. പക്ഷേ ജോബ് എൻലാർജ്മെൻറ്റ് അവർക്ക് കൂടുതൽ ടാസ്കുകൾ കൊടുക്കുമ്പോൾ അവരുടെ വർക്ക് ലോഡ് കൂടും. ആ വർക്ക് ലോഡ് കൊണ്ട് തന്നെ ഇവിടെ അവർ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ ജോബ് ചെയ്യാൻ എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു വർക്കർ അതിന് കൂടുതലായിട്ട് മുതിരണം എന്നില്ല. ഇറ്റ് ഈസ് ആഡ് സ്റ്റാറ്റസ് ടു വൺ ജോബ്, ഇറ്റ് ഡസ് നോട്ട് ആഡ് സ്റ്റാറ്റസ് ടു വൺ ജോബ്. മാൻ പവർ പ്ലാനിങ് ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന ഭാഗത്തെക്കുറിച്ച് പഠിക്കാനാണ് ഇനി നെക്സ്റ്റ് പോകുന്നത്. നമ്മളിപ്പോൾ ജോബ് ഡിസൈൻ, ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷൻ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മാൻ പവർ പ്ലാനിങ് ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് എ പ്രോസസ് ദാറ്റ് ഐഡൻറ്റിഫൈസ് കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സസ് നീഡ് ഫോർ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാൻ പവർ ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്കോർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഫീച്ചേഴ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്. എന്തൊക്കെയാണ് മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഫീച്ചർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. കൂടുതലായിട്ടും നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ പ്രവർത്തനത്തിലേക്കുള്ള മാൻ പവർ റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലായിട്ടും മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. With the help of manpower, proper recruitment and selection procedure can be developed. നമ്മുടെ
പ്രോപ്പറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റും സെലക്ഷൻ പ്രൊസീജിയറും നമ്മൾക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാൻ പവർ പ്ലാനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് എൻഷ്യൂർസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് മാൻ പവർ. നമ്മൾക്ക് നിലവിലുള്ള നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ മാൻ പവറിനെ അതിൻ്റെ ഒപ്റ്റിമം, അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് എൻഷോർസ് റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ള ഇടത്ത്, ആവശ്യമുള്ള ആളെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വിനിയോഗിക്കാൻ, അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ മാൻ പവർ പ്ലാനിങ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇറ്റ് ഗിവ്സ് എംഫസിസ് ഓൺ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് മേ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അത്യാവശ്യമാണെന്ന് പറയാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ്. നമുക്ക് ഒരു ഓർഗനൈസേഷന് അവരുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അവരുടെ പ്ലാന്റ് ഇൻക്രീസ് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ ഒരു മാൻ പവറിൻ്റെ, ഒരു എംപ്ലോയീസിൻ്റെ ഹെൽപ്പില്ലാതെ നമ്മൾക്ക് പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പോൾ പ്ലാന്റിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും എന്താണ് അവിടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ നീഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മാൻ പവർ പ്ലാനിങ്, പ്രോപ്പർ മാൻ പവർ പ്ലാനിങ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ എക്സ്പാൻഷന് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് റിട്ടയർമെൻറ്റ് വേക്കൻസീസ്. നമുക്കറിയാം 2 വർഷത്തിനകം അല്ലെങ്കിൽ 1 വർഷത്തിനകം ഇത്ര പേര് റിട്ടയർ ചെയ്യും എന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കൻസിയിലേക്ക് നേരത്തെ തന്നെ ആളെ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതിനെ ഒരു കമ്പനിയെ സഹായിക്കുക ഈ മാൻ പവർ പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾക്ക് വരുന്ന റിക്വയർമെൻറ്റ് നമ്മൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കി അവിടേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റിട്ടയർമെൻറ്റ്, ദർ ആർ റിട്ടയർമെൻറ്റ്സ്, ഡെത്ത്, absenteeism of employees in an enterprise. They are to be replaced by the new employees. Reduction in labor turnover. ലേബർ ടേൺ ഓവർ, മാൻ പവർ പ്ലാനിങ്ങിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും, അവർക്ക് ബെറ്റർ കോമ്പൻസേഷൻ നൽകാൻ പറ്റും, അവരുടെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, ഇത്രയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ മാൻ പവർ പ്ലാനിങ് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ലേബർ. ലേബർ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള നമ്മളുടെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള റൈറ്റ് പേഴ്സണെ നമുക്ക് സെലക്ട് ചെയ്യാൻ മാൻ പവർ പ്ലാനിങ് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് uninterrupted production. It helps procuring qualified personnel in time. As a result of uninterrupted production take place. പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ടു മെയിൻറ്റെയിൻ ഗുഡ് ആൻഡ് എഫക്റ്റീവ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. എംപ്ലോയർ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യുന്നതിന്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എല്ലാം തന്നെ ടു ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ, ടു ഡിറ്റർമൈൻ ഷോർട്ടേജ് ഓഫ് സർപ്ലസ് സ്റ്റാഫ്. ഇതുകൊണ്ട് എല്ലാം തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. എല്ലാ വലിയ MNCകളിലും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വർക്ക് ചെയ്യാനുള്ള കാരണം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയെല്ലാം നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ടു മെയിൻറ്റെയിൻ ഗുഡ് ആൻഡ് എഫക്റ്റീവ് എംപ്ലോയി റിലേഷൻഷിപ്പ്, ടു ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ, പിന്നെന്താ
to reduce labor cost, to reduce labor turnover, etc. etc. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ആണ് എന്തുള്ളത്? ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. മാൻ പവർ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഗോൾസ് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം മാൻ പവർ ആവശ്യമാണെന്നുള്ളതിനെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മുടെ നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം മാക്സിമം യൂട്ടിലൈസേഷൻ. ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ, ഹെൽപ്പിംഗ് ഇൻ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. മാനേജ്മെൻറ്റ് പ്രോസസ്സായിട്ടുള്ള HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മളെ സഹായിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു അവോയ്ഡ് ഇൻട്രപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ, ടു അസസ് ദ സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. കൂടുതലായിട്ട് വരുന്ന ഹ്യൂമൻ റിസോഴ്സസിനെയും അല്ലെങ്കിൽ കുറവുള്ള ഹ്യൂമൻ റിസോഴ്സിനെയും മനസ്സിലാക്കുന്നത് അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ടു മീറ്റ്സ് നീഡ്സ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോഗ്രാംസ്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്. ഏതൊക്കെ തരത്തിലാണ് നമ്മൾ മാൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ, ഒരു ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്. സെക്കൻഡ് വൺ ഈസ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ഫസ്റ്റ് നമ്മൾക്ക് എന്താണ് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. വാട്ട് ഈസ് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്? Short term manpower planning covers a period of 1 or 2 years. It is concerned with the process of adjusting the existing number of employees with their present jobs. For the successful implementation in short term manpower planning are the following steps may be taken into consideration. അതായത് ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ്ങിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഉള്ള ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസിന് അവരുടെ പ്രസൻറ്റ് ജോബ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. നമ്മൾ ജോബ് സ്പെസിഫൈ ചെയ്തതിനനുസരിച്ച് നമ്മുടെ എംപ്ലോയീസ് ലെസ് ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ജോബ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജോബ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കുറയാണെങ്കിൽ വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ, പ്രോപ്പർ ട്രെയിനിങ് നൽകുക എന്നുള്ള. അവരുടെ ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, പ്രോപ്പർ ട്രെയിനിങ് നൽകുക. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ജോബിൻ്റെ ടാസ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് ഇഫ് എംപ്ലോയീസ് does not like the existing job, he should be changed from that job to new job. നമ്മുടെ എംപ്ലോയിക്ക് ആ ഒരു ജോബ് ഇപ്പോൾ പ്രസൻ്റ്ലി അവർ ചെയ്യുന്ന ജോബിൽ താല്പര്യമില്ലെങ്കിൽ, അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ മറ്റൊരു ജോബിലേക്ക് മാറ്റുക. ട്രാൻസ്ഫർ മസ്റ്റ് ബി ഗിവൺ ടു എംപ്ലോയീസ് ടു അഡ്ജസ്റ്റ് വിത്ത് അവൈലബിൾ ജോബ്സ്. അവരെ ട്രാൻസ്ഫർ ചെയ്യുക, വൺ ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബിൽ, അതായത് മറ്റൊരു ജോബിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോബിലേക്കായിരിക്കണം അവരെ മാറ്റേണ്ടത്. അസിസ്റ്റൻസ് ക്യാൻ ബി പ്രൊവൈഡ് ടു ഹെൽപ്പ് ഇൻ ദ കേസ് ഓഫ് റെസ്പോൺസിബിൾ ജോബ്സ്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള, മോർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അസിസ്റ്റൻസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലെസ് കപ്പാസിറ്റി അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് ആ ജോബ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അവർക്ക് കഴിവില്ലെങ്കിൽ, സ്കില്ലില്ലെങ്കിൽ, നോളജ് ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി ഹൈലി ക്വാളിഫൈഡ് ആണെങ്കിൽ,
നേരത്തെ പറഞ്ഞ ലെസ് ക്വാളിഫൈഡ് ആണെങ്കിൽ. നെക്സ്റ്റ് ഈസ് ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. നമ്മളുടെ ജോബ് സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഹൈലി ക്വാളിഫൈഡ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ജോബ് എൻലാർജ്മെൻറ്റ് ഷുഡ് ബി ഡൺ ആസ് എ റിസൾട്ട് ദ സ്കോപ്പ് ഓഫ് ദ ജോബ്. അവിടെ ജോബ് എൻലാർജ്മെൻറ്റ് ചെയ്യണം. അവർ ചെയ്യുന്ന ഹൈലി ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പം ചെയ്യുന്ന ടാസ്കിനോട് കൂടി വെറൈറ്റി ഓഫ് ടാസ്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക, ജോബ് എൻലാർജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചേഞ്ച് ഹിസ് ജോബ് ആൻഡ് പ്രൊവൈഡ് എ ന്യൂ ജോബ് ദാറ്റ് സ്യൂട്ട്സ് ഹിസ് എബിലിറ്റി ആൻഡ് കാപ്പബിലിറ്റി. അദ്ദേഹത്തിൻ്റെ എബിലിറ്റിക്കും കാപ്പബിലിറ്റിക്കും അനുസരിച്ച് പുതിയ ജോബ് നൽകുക എന്നുള്ളത്, വലിയൊരു ടാസ്ക് നൽകുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇഫ് ദർ ഇസ് എ വേക്കൻസി ഇൻ ഹയർ പോസ്റ്റ് ഹി വിൽ ബി പ്രൊമോട്ടഡ് ടു. ഒരു ഹയർ പോസ്റ്റിൽ വേക്കൻസി വരികയാണെങ്കിൽ അവരെ അതിലേക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരെ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഹയർ പോസ്റ്റിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അസൈൻ അഡീഷണൽ ഡ്യൂട്ടീസ് ടു ഹിം. അഡ്വൈസ് ദ കാപ്പബിൾ മാൻ ക്യാൻ ബി സോൾവ് ഫോർ എനി പ്രോബ്ലം വിച്ച് ഹി സപ്പോസ് ടു ഹാവ് സ്പെഷ്യലൈസ്ഡ് നോളജ്. നെക്സ്റ്റ് ഈസ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. എന്താണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്നുള്ളതാണ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് കവേഴ്സ് എ ലോങ്ങർ പീരീഡ്, സേസ് 15 years. ലോങ് ടേം മാൻ പവർ വേണം. നമ്മളെ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ നമ്മൾ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കാണ് ചെയ്യുന്നത്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ 15 വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഉള്ള ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ്, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് കവേഴ്സ് എ ലോങ്ങർ പീരീഡ്, സേ 15 years or so for meeting manpower requirement of a concern. It consists of the following elements. ഇതിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. നമ്മളുടെ മാൻ പവർ റിക്വയർമെൻറ്റിൻ്റെ എന്തിലൊക്കെ നമ്മൾക്ക് മാൻ പവർ ആവശ്യമുണ്ട്, ഏതൊക്കെ ടെക്നോളജി ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത്രയും രൂപത്തിലേക്ക് നമ്മളുടെ റിക്വയർമെൻറ്റ്സ് വരും. പണ്ട് കാലങ്ങളിൽ നമ്മൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആയിരുന്നില്ല അല്ലേ. നമ്മൾ മെയ്ഡ് അല്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തിരുന്ന ജോബ് ഇപ്പോൾ ബുക്കിലൊക്കെ മാനുവലായിട്ട് നമ്മൾ എഴുതി വെച്ചിരുന്നതൊക്കെ കമ്പ്യൂട്ടർ ബേസിലേക്ക് മാറിയപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ഒരു മാൻ പവറിൻ്റെ റിക്വയർമെൻറ്റും കൂടി വന്നു. അപ്പോൾ ഇങ്ങനെ ടെക്നോളജി അഡ്വാൻസ്ഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരും, അതിൽ എവിടെയൊക്കെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ആവശ്യങ്ങൾ വരും. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ് എന്നുള്ളതാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. നെക്സ്റ്റ് ഇസ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദ ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ഷോർട്ട് ടൈമിൻ്റെയും പോലെ തന്നെ ലോങ് ടൈമിനും റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ. മാൻ പവർ ഡെവലപ്മെൻറ്റും, മാൻ പവറിന് നമ്മളെ നിലവിലുള്ള മാൻ പവറിന് അവർക്ക് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് പ്ലാൻസ്, അവരെ കൺട്രോൾ ചെയ്യുക, അവരെ പ്ലാൻ ചെയ്യുക, അത്രയും കാര്യങ്ങളൊക്കെയാണ് ലോങ് ടേം മാൻ പവറിൽ വരുന്നത്. പ്രീ റിക്വസിറ്റ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് മാൻ പവർ പ്ലാനിങ്ങിൽ നമ്മൾ നോക്കുക? ഒരു മാൻ പവർ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ശ്രദ്ധിക്കേണ്ടത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഫോർ attaining the predetermined objectives of the organization we are planning the manpower. നമ്മൾ മാൻ പവറെ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എക്കണോമിക് കണ്ടീഷൻ, നെക്സ്റ്റ് ഈസ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മൾക്ക് കൂടുതലായിട്ട് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ സ്ഥിതി വളരെ ശോചനീയമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ പ്ലാൻ ചെയ്തതിൽ ആളുകളെ കുറച്ച്, ലേബർ കോസ്റ്റ് കുറച്ച്, അല്ലെങ്കിൽ ലേബറിൻ്റെ കൂടുതലായിട്ട് ലേബേഴ്സിനെ ഉപയോഗിക്കാതെ ജോബ് എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ ജോബ് എൻലാർജ്മെൻറ്റ്, അവർക്ക് ഉള്ള വർക്കേഴ്സിന് വെറൈറ്റി ഓഫ് ടാസ്ക് നൽകിയിട്ട്
ആളുകളെ കുറയ്ക്കുക എന്നുള്ള രൂപത്തിലേക്ക് എക്കണോമിക് കണ്ടീഷൻ, എക്സ്പാൻഷൻ ഓഫ് പ്രോഗ്രാംസ്, നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പാൻഷൻ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ലേബർ ടേൺ ഓവർ റേറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുമ്പോൾ നിലവിൽ നമ്മളുടെ ടേൺ ഓവർ കൂടുതലാണെങ്കിൽ നമ്മളുടെ റിക്രൂട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സെലക്ഷൻ ആക്ടിവിറ്റീസും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അതല്ല നമ്മളുടെ ടേൺ ഓവർ കുറവാണ്, നമ്മളുടെ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ ടേൺ ഓവർ കുറവാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് മാത്രം റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനും പ്ലാൻ ചെയ്താൽ മതി. നെക്സ്റ്റ് ഇസ് റെസിഗ്നേഷൻ ആൻഡ് റിട്ടയർമെൻറ്റ്. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ റെസിഗ്നേഷനും റിട്ടയർമെൻറ്റ്, എക്സിസ്റ്റിംഗ് മാൻ പവർ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഫിക്സേഷൻ ഓഫ് പ്ലാനിങ് പീരീഡ്, നമ്മുടെ പ്ലാനിങ് പീരീഡിനെ കുറിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുക. മാൻ പവർ സ്റ്റാൻഡേർഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് പ്രീറിക്വിസിറ്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നെക്സ്റ്റ് ഈസ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി. നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒരു മാൻ പവറിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ക്യാപ്പബിലിറ്റീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ മാൻ പവറിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ മാൻ പവർ എത്രത്തോളം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി, ഇപ്പോൾ എത്ര ഉണ്ട്, അവരുടെ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. മാൻ പവർ ഇൻവെൻട്രി റെഫേഴ്സ് ടു ദ അസസ്മെൻറ്റ് ഓഫ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ക്യാപ്പബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ക്വാളിറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റീവ്ലി. മാൻ പവർ ഇൻവെൻട്രി പ്രിപ്പറേഷൻ ഇൻവോൾവ്സ്. മാൻ പവർ ഇൻവെൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻവോൾവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയി ടു ബി ഇൻവെൻട്രീഡ്. നെക്സ്റ്റ് ഈസ് കാറ്റലോഗിങ് ഓഫ് ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ഈച്ച് എംപ്ലോയി. ഇപ്പം നിലവിലുള്ള നമ്മുടെ എംപ്ലോയീസിൻ്റെ വിവരങ്ങൾ ഫാക്റ്റായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. സിസ്റ്റമാറ്റിക് ആൻഡ് അപ്രൈസൽ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പെർഫോമൻസ്, അവിടെ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. ലിസ്റ്റിംഗ് ദ പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഡീറ്റെയിൽഡ് നോളജ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ്, എന്തിനെക്കുറിച്ച്? ഇൻഫോർമേഷൻസ്, എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അവരുടെ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അവരുടെ വർക്കിലുള്ള അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. മാൻ പവർ നീഡ്സിനെ ഫോർകാസ്റ്റ് ചെയ്യാം, അത് ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ ഇത്രത്തോളം നമ്മൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെ എംപ്ലോയീസ് ഇത്രയെല്ലാം ഉണ്ട്, ഇത്ര എണ്ണം ഉണ്ട്, ഇത്രയാണ് അവരുടെ കേപ്പബിലിറ്റി, അവരുടെ എബിലിറ്റീസ് ഇത്രയാണ്, ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ച്. സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഫോർകാസ്റ്റ് മാൻ പവർ നീഡ്, ഓർഗനൈസേഷൻ്റെ മാൻ പവർ നീഡിനെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ആർ ഫോർകാസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ, സെയിൽസ്, ബഡ്ജറ്റ്സ്, വർക്ക് ലോഡ് അനാലിസിസ്, ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റിസം, ഐഡിൽ ടൈം എക്സെട്ര. നെക്സ്റ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ്, മൂന്നാമത്തെ നമ്മളിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്ത്. നെക്സ്റ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്. മാൻ പവർ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ദ ചാർട്ട് വിൽ ഷോസ് who will be promoted to be coming here, what are the number of vacancies, who will നമുക്ക് മാൻ പവർ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ചാർട്ട് ഷോ ചെയ്യുന്നത് ആരൊക്കെ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരൊക്കെയാണ് റിട്ടയർമെൻ്റ് ഉള്ളത്, അതേപോലെ തന്നെ വരുന്ന വർഷങ്ങളിൽ എത്ര വാക്കൻസീസ് നമ്മൾക്കുണ്ട്, ഇത്ര ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും വാക്കൻസീസ് വരുന്നത്, അല്ലെങ്കിൽ ലേബർ ടേൺ ഓവർ കൊണ്ട് വാക്കൻസീസ് വരാം, റിട്ടയർമെൻറ്റ് കൊണ്ട് വാക്കൻസീസ് വരാം, ഡെത്ത് കൊണ്ട് വാക്കൻസീസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ വാക്കൻസീസ്, എന്തൊക്കെയാണ് വിൽ റിട്ടയർ ഇൻ ദ കമ്പനി, ആരൊക്കെ വിരമിച്ച് പോകുന്നു, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ്. മാൻ പവർ പ്ലാൻസ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഫോർ എ ലോങ് പീരീഡ്. ഒരു ലോങ് പീരീഡിലേക്കോ ഷോർട്ട് പീരീഡിലേക്കോ മാൻ പവറിൻ്റെ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ആളുകൾ ആവശ്യമുണ്ട്,
ആ രൂപത്തിലുള്ള നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനൊരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 4ാമത്തെ പറയുന്നത്, 5ാമത്തെ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ദിസ് ഇൻക്ലൂഡ് ദ സ്റ്റെപ്സ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രാൻസ്ഫർ. ഇത്രയും കാര്യങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഇത്രയും കാര്യങ്ങൾക്കുള്ള ഒരു പ്ലാന് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ 2ാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ജോബ് ഡിസൈൻ എന്നുള്ളതിനെ കുറിച്ചാണ് ഫസ്റ്റ് പഠിച്ചത്. നെക്സ്റ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ച് പഠിച്ചു. ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചു, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്തെന്ന് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്ന് പഠിച്ചു, അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് എ പ്രോസസ് ദാറ്റ് ഐഡൻറ്റിഫൈസ് current and future human resource needs for an organization to achieve its goals. Thank you.